കൊച്ചിയിലെ റേഞ്ച് റോവർ അപകടത്തിൽ കൊല്ലപ്പെട്ട റോഷന്റെ ഭാര്യയാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ചില സംശയങ്ങളുണ്ട്. പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇടപെടലുകൾ, ചില സംശയങ്ങൾ അതിലും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും റോഷന്റെ ഭാര്യ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഈ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ സംശയങ്ങളുള്ളത്? ഇപ്പോൾ ഇന്നത്തേക്ക് ഒരാഴ്ചയാകുന്നു ഹസ്ബൻഡ് മരിച്ചിട്ട്. എന്നിട്ടും ഇതുവരെയും ആ വണ്ടി ഓടിച്ച ആളുടെ ഒരു ഫോട്ടോയോ ഒരു അഡ്രസ്സോ അയാളുടെ ഏജ് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. എന്റെ ഹസ്ബൻഡിന്റെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസും ഞങ്ങളുടെ ഫാമിലി എല്ലാത്തിലുള്ള ഫോട്ടോസും പല ഫോട്ടോസും എല്ലാ വീഡിയോസിലും വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാളുടെ ഫോട്ടോ പോലും വരുന്നില്ല? അയാളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുന്ന ഇതാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ട് വരുന്നില്ല? ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മൊഴിയെടുക്കുകയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലോടും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല, എനിക്കറിയില്ല. ഈ ഹോസ്പിറ്റലിന്റെ സമയത്ത് ഇവര് പോയി സ്റ്റേഷനിൽ പോയി എന്നൊക്കെ പറഞ്ഞല്ലാതെ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. എന്നെ വിളിക്കണോ, അറ്റ്ലീസ്റ്റ് എന്നെ വിളിക്കണമല്ലോ, അതുപോലും ഉണ്ടായിട്ടില്ല. ഈ റോഷൻ അന്ന് ഈ അപകടം സംഭവിക്കുന്ന ദിവസം എത്ര മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്? എന്താണ് റോഷൻ പറഞ്ഞത്? 10:15 ഇവിടുന്ന് പോകുന്നത്. 10:13 കോള് വന്നിട്ടാണ് പോകുന്നത്. 11:30 വരാം, ഒരു ട്രക്കേ ഉള്ളൂ, വേഗം വരാന്ന് പറഞ്ഞു 11:30 വരാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നീട് എങ്ങനെയാണ് നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്? 12:50 ആയപ്പോ കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ ഡോറ് തുറന്നപ്പോ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു, 3 പേരുണ്ടായിരുന്നു. എനിക്ക് ഒരാൾ അറിയായിരുന്നു. അപ്പോഴാ പറഞ്ഞത് ഇങ്ങനെ ഒരു ട്രക്കിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി, വേഗം റെഡിയാവ് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അപ്പച്ചനും എന്റെ ഹസ്ബൻഡിന്റെ അപ്പച്ചനും 2 കുഞ്ഞുങ്ങളുമായിട്ട് അപ്പൊ തന്നെ പോവുകയാണ് ഉണ്ടായത്. അവരെന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ ഫോൺ വിളിച്ചു, അപ്പൊ തന്നെ എടുത്തില്ല. അപ്പൊ പറഞ്ഞു ബോധമില്ല, വിളിക്കണ്ട, എടുക്കൂല എന്ന് പറഞ്ഞു. ബോധം ഇല്ലാതിരിക്കണല്ലേ, നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ റെഡിയായി പോവുകയാണ് ചെയ്തത്. ഈ റോഷൻ എത്ര കാലമായി ഇപ്പോൾ ഈ മുത്തൂറ്റിൽ ജോലി ചെയ്യുന്നു? റോഷൻ ഇത്തരം വാഹനങ്ങൾ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണോ? മുത്തൂറ്റിൽ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡിന് പ്രീമിയം കാർസ് ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇതിനു മുന്നേ 6 വർഷം വോൾവോയില് എടപ്പള്ളി ഷോറൂമിൽ വർക്ക് ചെയ്തത്, ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തത്. പ്രീമിയം കാർസ് ഓടിച്ച് നല്ല എക്സ്പേർട്ടാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് 3 വർഷം ആയി ഈ മുത്തൂറ്റ് മോട്ടോഴ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവിടെയും ഡ്രൈവറായിട്ടാണ് കയറിയത്. ഈ കോർഡിനേറ്റർ ജോലിയിലാണല്ലോ ഇപ്പോൾ റോഷൻ ഉണ്ടായിരുന്നത്. ഡെമോ കോർഡിനേറ്റർ ജോലിയിലായിരുന്നു റോഷൻ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങൾ വരുന്ന സമയത്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് റോഷൻ പോയതും കോൾ വന്നതും എല്ലാം? അതെ, സാധാരണ രീതിയിലാണ് പോയത്. വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെ പോയത്. രാത്രി ആയതുകൊണ്ട് അങ്ങനെ തന്നെ എപ്പോഴും പോകുന്നത്. അങ്ങനത്തെ ഡ്രസ്സിൽ തന്നെയാണ് പോയത്. ഈ റോഷൻ ഈ വാഹനം ആരാണ് ഓടിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ടോ? ജോലി സമയത്ത് ഇത്തരം ട്രക്കുകളിൽ നിന്ന് വാഹനം വരുന്ന സമയത്ത് റോഷൻ തന്നെയായിരുന്നോ കൈകാര്യം ചെയ്തിരുന്നത്, അത് വേറെ ആരെങ്കിലും ഓടിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞിരുന്നോ? ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ ട്രക്ക് വരുന്നു, രാത്രി പോകണോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ തന്നെയാണോ ഇറക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞങ്ങളല്ല ഇറക്കുന്നത്, യൂണിയൻകാരെ ഇറക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവരാണ് ചെയ്യണത്, അവര് തന്നെ ഇറക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി നിന്നാൽ മതി. അപ്പോൾ അവിടുന്ന് പേപ്പേഴ്സും കീയൊക്കെ രാത്രി വരുമ്പോ, ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് വരുമ്പോ കീസും പേപ്പറൊക്കെ ആയിട്ടാണ് വന്നത്. രാവിലെ അപ്പൊ ഓഫീസിൽ പോകുമ്പോൾ അതൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഈ റോഷന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഹസ്ബൻഡിന്റെ എല്ലാ ഡീറ്റെയിൽസും വന്നു. ഈ ചെയ്ത ഒരാളുണ്ടല്ലോ, ആ വ്യക്തിയുടെ ഒരു ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തെങ്കിലും മറയ്ക്കാനുള്ളതുകൊണ്ടാണല്ലോ. അയാളുടെ ഒരു നമ്പരോ ഫോട്ടോയോ ഏജ് പോലും വന്നിട്ടില്ല. ഞാൻ എന്തൊക്കെയോ ഒരു ന്യൂസിൽ നോക്കിയിട്ടുണ്ടോ, അതിലൊരു ഏജ് പോലും ആരും മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയണം. എന്റെ ഹസ്ബൻഡിന്റെ സോഷ്യൽ മീഡിയയിലെ എല്ലാ ഫോട്ടോസും വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരനായ അയാളുടെ ഒരു ഫോട്ടോയോ ഒരു ഡീറ്റെയിൽസും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാ? അത് ഒരു ചോദ്യമല്ലേ? ഈ റോഷന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രവൃത്തിയിൽ ചെറിയ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമുണ്ടോ? അത്തരത്തിലുള്ള ആലോചനകളുണ്ടോ? ഇതിനെക്കുറിച്ചൊരു എനിക്കൊരു ക്ലാരിറ്റി വേണം. അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് എനിക്ക് കടക്കാൻ. ഇതിനെക്കുറിച്ച് എന്താണെങ്കിലും എനിക്കൊരു ക്ലാരിറ്റി വേണം. എന്താണെന്നറിയണ്ടേ? ഒരു ഫോട്ടോ, ഒരു ഏജോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതെന്തോ മറച്ചിട്ടാണല്ലോ അവരതൊന്നും പുറത്തു വിടാത്തത്. ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. ആകെ കൂടി ഒരു അനീഷ് എന്ന ഒരാള് പറയുന്നതിൽ മാത്രമേ അയാളുടെ പൊട്ടിയിരിക്കുന്നത്. അയാൾക്ക് ചെറിയൊരു പരിക്കേ ഉള്ളൂ.
അയാളുടെ ഒരു ഡീറ്റെയിൽസിലാണ് ഇയാളുടെ പേരൊക്കെ അയാൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു വീഡിയോയിലും ഒന്നിലും ആ അനീഷിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായും ഈ റോഷന്റെ ഭാര്യ ഉന്നയിക്കുന്നത് പോലെ തന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളും ആരോപണങ്ങളും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ വിനോദിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.